നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കുവൈറ്റ് തീപിടുത്തം. പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം തിങ്കളാഴ്ച. ആദരാഞ്ജലി അർപ്പിച്ച് നാട്. തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറി തുടങ്ങി. സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് 9 മാസങ്ങൾക്ക് ശേഷം. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണം. ഇടവേളകളിൽ വളർത്തുപക്ഷികളിൽ രോഗം പിടിപെടുന്നത് കണ്ടെത്തുക ലക്ഷ്യം. വാർത്തകൾ വിശദമായി. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. മൃതദേഹം കോട്ടയം മന്ദിരം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. 100 കണക്കിന് ആളുകളാണ് സ്റ്റെഫിന് മന്ദിരം ആശുപത്രിയിൽ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ മൃതദേഹം കൊച്ചിയിൽ നിന്നും നാട്ടിലെത്തിച്ചു. ഉച്ചകഴിഞ്ഞ് കോട്ടയത്തെത്തിച്ച മൃതദേഹം കോട്ടയം മന്ദിരം ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. നാട്ടുകാരും ബന്ധുക്കളുമടക്കം വൻ ജനാവലിയാണ് സ്റ്റെഫിനായി കാത്തുനിന്നത്. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. തിങ്കളാഴ്ച രാവിലെ മന്ദിരം ആശുപത്രി മോർച്ചറിയിൽ നിന്നും എടുക്കുന്ന മൃതദേഹം രാവിലെ 9 മണിക്ക് പാമ്പാടി സെന്റ് മേരീസ് സിംഹാസനപ്പള്ളിയുടെ പേരാരൂരുള്ള ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് സംസ്കാര ശുശ്രൂഷ ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് 9-ാം മൈലിലെ IPC ബെതൽ ചർച്ചിന്റെ സെമിത്തേരിയിലാണ് മൃതദേഹം അടക്കം ചെയ്യുന്നത്. തീപിടുത്തത്തിൽ മരിച്ച പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ മൃതദേഹം പുഷ്പഗിരി ആശുപത്രിയിലെ മോർച്ചറിയിൽ എത്തിച്ചു. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. ഇത്തിത്താനം സ്വദേശി ശ്രീഹരിയുടെ മൃതദേഹം കുറിച്ചിയിലെ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ശ്രീഹരിയുടെ സംസ്കാരം ശനിയാഴ്ച വീട്ടുവളപ്പിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറി തുടങ്ങി. 9 മാസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ബസ്സുകൾ കയറിയിറങ്ങുന്നത്. 9 മാസങ്ങൾക്ക് ശേഷം കോട്ടയം തിരുനക്കര സ്റ്റാൻഡിൽ ബസ്സുകൾ കയറി തുടങ്ങി. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞാണ് ബസ്സുകൾ പഴയ സ്റ്റാൻഡിനുള്ളിൽ നിർത്തി യാത്രക്കാരെ കയറ്റിയിറക്കി തുടങ്ങിയത്. കാലപ്പഴക്കം മൂലം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം പൊളിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ടാണ് സ്റ്റാൻഡിനുള്ളിൽ ബസ്സുകൾ കയറുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ നിർത്തിവെച്ചത്. ഇതിനുശേഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ബസ്സുകൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിലാണ് നിർത്തി വന്നിരുന്നത്. യാത്രാ ദുരിതത്തിനൊപ്പം കോട്ടയം നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കും ഇത് സൃഷ്ടിച്ചിരുന്നു. ഇത് പതിവായപ്പോൾ കോട്ടയം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് കോട്ടയം നഗരസഭ അടിയന്തരമായി സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കുവാൻ നടപടി സ്വീകരിച്ചത്. ബസ് സ്റ്റാൻഡിനുള്ളിൽ ഒരു ദിശാ ബോർഡ് നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ട്രാഫിക് പോലീസും ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകി ഇവിടെ ഡ്യൂട്ടിയിലുണ്ട്. എന്നാൽ വെയിറ്റിംഗ് ഷെഡിന്റെ അഭാവം യാത്രക്കാർക്ക് ദുരിതമായേക്കും. സ്പോൺസറെ കണ്ടെത്തി താൽക്കാലികമായിട്ടെങ്കിലും വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിക്കണമെന്നുള്ള നിർദ്ദേശവും ലീഗൽ സർവീസസ് അതോറിറ്റി നഗരസഭയ്ക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന സിറ്റിംഗിൽ ബുധനാഴ്ച മുതൽ തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് തുറന്നു നൽകുമെന്നായിരുന്നു കോട്ടയം നഗരസഭ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയെ അറിയിച്ചിരുന്നത്. എന്നാൽ ബസ് ബേ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പ്രതികൂല കാലാവസ്ഥ മൂലം സജ്ജമാക്കിയില്ല എന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം കൂടി സാവകാശം അതോറിറ്റി നഗരസഭയ്ക്ക് നൽകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ സർക്കാർ നിയോഗിച്ചു. ഇടവേളകളിൽ വളർത്തുപക്ഷികളിൽ രോഗം പിടിപെടുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തുകയാണ് ലക്ഷ്യം. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കുന്നതിന് സംസ്ഥാന സർക്കാർ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ഇടവേളകളിൽ വളർത്തുപക്ഷികളിൽ രോഗം സ്ഥിരീകരിക്കുന്നത് എന്തുകൊണ്ടെന്ന് കണ്ടെത്തുകയാണ് ലക്ഷ്യം. വെറ്ററിനറി സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരെയും മൃഗസംരക്ഷണ വകുപ്പിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസിലെയും തിരുവല്ല ഏവിയൻ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലാബിലെ വിദഗ്ധരും ഉൾപ്പെടുന്നതാണ് സംഘം. ആലപ്പുഴ ജില്ലയിലെ ഇടത്വ പഞ്ചായത്തിൽ ഏപ്രിൽ മാസം ആദ്യവാരമാണ് പക്ഷിപ്പനി പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നീട് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലേക്ക് പക്ഷിപ്പനി വ്യാപിക്കുകയായിരുന്നു. അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങളെ തുടർന്ന് പക്ഷിപ്പനി നിയന്ത്രണ വിധേയമായിരുന്നെങ്കിലും കോട്ടയം ജില്ലയിലെ സർക്കാർ കോഴി വളർത്തൽ കേന്ദ്രത്തിലും പത്തനംതിട്ടയിലെ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലും മെയ് മാസത്തിൽ വീണ്ടും പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചത്. വിഷയത്തെക്കുറിച്ച് വിശദമായി പഠിച്ച് 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നിർദ്ദിഷ്ട ശബരി വിമാനത്താവളത്തിന്റെ DPR തയ്യാറാക്കാൻ ഫ്രഞ്ച് കമ്പനിയായ അസിസ്റ്റം സ്റ്റൂപ്പിനെ ചുമതലപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് നടപടികൾക്ക് വേഗത കൈവന്നത്. നിർദ്ദിഷ്ട ശബരി വിമാനത്താവളത്തിന്റെ DPR തയ്യാറാക്കാൻ ഫ്രഞ്ച് കമ്പനിയായ അസിസ്റ്റം സ്റ്റൂപ്പിനെ ചുമതലപ്പെടുത്തി. KSIDC ആണ് ഫ്രഞ്ച് കമ്പനിയെ ചുമതലപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെയാണ് നടപടികൾക്ക് വേഗതയായത്. വിമാനത്താവളത്തിന്റെ സാങ്കേതിക സാമ്പത്തിക സാധ്യത റിപ്പോർട്ട് നിർമ്മാണ കമ്പനിയായ ലൂയിസ് ബർഗർ 2022 ജൂൺ മാസത്തിൽ നൽകിയിരുന്നു.
അതിനുശേഷം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ സൈറ്റ് ക്ലിയറൻസും പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ അനുമതിയും ലഭിച്ചിരുന്നു. പരിസ്ഥിതി അനുമതിയാണ് ഇനി ലഭിക്കേണ്ടത്. സെന്റർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് നിയോഗിച്ച വിദഗ്ധ സമിതിയും സാമൂഹ്യാഘാത പഠനം നടത്തിയിരുന്നു. വ്യോമയാന മന്ത്രാലയത്തിന്റെ തത്വത്തിലുള്ള അംഗീകാരം ലഭിച്ചാൽ മാത്രമേ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ കഴിയൂ. DPR ഉൾപ്പെടെയാണ് അതിനായി അപേക്ഷിക്കേണ്ടത്. 6 മാസത്തിനകം DPR സമർപ്പിക്കണം. GST ഉൾപ്പെടെ 4.36 കോടി രൂപയാണ് DPR ചെലവ്. വ്യോമയാന മന്ത്രാലയത്തിന്റെ സൈറ്റ് ക്ലിയറൻസിന് 2 വർഷമാണ് കാലാവധി. 2025 ഏപ്രിൽ 12-നകം DPR ഉൾപ്പെടെ അപേക്ഷിച്ച് തത്വത്തിൽ അംഗീകാരം നേടിയെടുക്കേണ്ടതുണ്ട്. ഇതിനായി 10 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇല്ലെങ്കിൽ ഇതുവരെ ലഭിച്ച അനുമതിയെല്ലാം ലാപ്സ് ആകും. ചെറുവള്ളി എസ്റ്റേറ്റും സമീപമുള്ള സ്വകാര്യ ഭൂമിയും ചേർത്ത് 2410 ഏക്കർ ഏറ്റെടുക്കാൻ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ വിജ്ഞാപനം ചെയ്തിരുന്നു. അതിനെതിരെ എസ്റ്റേറ്റ് ഉടമസ്ഥരായ അയന ചാരിറ്റബിൾ സൊസൈറ്റി ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേയും സമ്പാദിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ബാർകോഴ വിവാദവുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റി കോട്ടയത്ത് MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിന് സമീപത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. കോട്ടയം ബാർകോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ മകനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ അർജുൻ രാധാകൃഷ്ണനും പങ്കാളികളായ വ്യാജ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLAയുടെ കോട്ടയത്തെ പള്ളിപ്പുറത്തുകാവ് ദേവീക്ഷേത്രത്തിന് സമീപമുള്ള ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോട്ടയം കോടിമത ഐഡ ഹോട്ടലിന് സമീപത്ത് നിന്ന് മാർച്ച് ആരംഭിച്ചു. ഓഫീസിന് മീറ്ററുകൾ മാറി പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. തുടർന്ന് ചേർന്ന യോഗം CPIM ജില്ലാ സെക്രട്ടറി AV റസൽ ഉദ്ഘാടനം ചെയ്തു. അവരുടെ സംഘടനാപരമായ ആവശ്യത്തിനാണ് എന്ന് അവർ പറയുന്നു. അതിന് സംസ്ഥാന നേതൃത്വം അങ്ങനെ പറയുന്നു. അതിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അല്ലെങ്കിൽ CPM-ന് കോഴ കൊടുക്കാൻ വേണ്ടിയാണ് ഇത് സ്വരൂപിക്കുന്നത് എന്നുള്ള രൂപത്തിൽ ആരോപണം ഉയർന്നു വരുന്നു. ഇതെല്ലാം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന്റെ ഭാര്യ വീടുമായി ബന്ധപ്പെട്ടവരെല്ലാമാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരണം നടത്തിയ ആളും ആദ്യമൊക്കെ അംഗങ്ങളായിട്ടുള്ള ഒരുപാട് പേരും എന്നിപ്പോ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദുരൂഹമാണ് കാര്യം. ഒരു ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ ഇല്ലാത്ത കാര്യങ്ങൾ മെനഞ്ഞെടുത്ത് വലിയ രൂപത്തിൽ പർവ്വതീകരിച്ചു കൊണ്ടുവന്ന് ഒരു ഗവൺമെന്റിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയുള്ള അങ്ങേയറ്റം നികൃഷ്ടമായിട്ടുള്ള ഒന്നാണ് ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിരിക്കുന്നത്. CN സത്യനേശൻ അധ്യക്ഷനായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, ഏരിയ സെക്രട്ടറി B ശശികുമാർ, LDF നേതാക്കളായ MK പ്രഭാകരൻ, KR അജയ്, അഡ്വക്കേറ്റ് ഷീജ അനിൽ, PK ആനന്ദക്കുട്ടൻ, പോൾസൺ പീറ്റർ, എബി കുന്നേമ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീകളടക്കം നിരവധി ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്രമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം ആദ്യമായി സ്വന്തം ജില്ലയായ കോട്ടയത്ത് എത്തുന്ന അഡ്വക്കേറ്റ് ജോർജ് കുര്യന് ശനിയാഴ്ച കോട്ടയത്ത് സ്വീകരണം നൽകും. വൈകുന്നേരം 5 മണിക്ക് KPSM മേനോൻ ഹാളിലാണ് സ്വീകരണം. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, സംസ്ഥാന ജില്ലാ നേതാക്കൾ, സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ കോട്ടയത്ത് അറിയിച്ചു. KPS മേനോൻ ഹാളിൽ വൈകിട്ട് 5 മണിക്കാണ് ശ്രീ ജോർജ് കുര്യന്റെ സ്വീകരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K സുരേന്ദ്രൻ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തകരും 5 മണിയോടുകൂടി തന്നെ KPS മേനോൻ ഹാളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കൃത്യം 5 മണിക്ക് തന്നെ എറണാകുളത്ത് ഇറങ്ങി അദ്ദേഹം അവിടെ നിന്ന് നേരെ കോട്ടയത്തേക്കാണ് എത്തുന്നത്. കോട്ടയത്ത് വന്ന സ്വീകരണ യോഗത്തിന് ശേഷം മാത്രമേ അദ്ദേഹം ഇതിൻ്റെ വസതിയിലേക്ക് പോകുന്നുള്ളൂ. ആ സ്വീകരണ യോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. വൈദ്യുതാഘാതമേറ്റ് മരിച്ച കടനാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ അധ്യാപകൻ ജിമ്മി ജോസിന് അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിന്റെ അന്ത്യാഞ്ജലി. രാവിലെ സ്കൂളിൽ പൊതുദർശനത്ത് വെച്ച മൃതദേഹത്തിൽ വിദ്യാർത്ഥികൾ മിഴുനീർ കൊണ്ട് യാത്രയേകി. അറക്കുളം സെന്റ് മേരീസ്, രാമപുരം സെന്റ് അഗസ്റ്റ്യൻസ് പ്രവിത്താനം, സെന്റ് മൈക്കിൾസ് സ്കൂളുകളിലെ അധ്യാപനത്തിന് ശേഷമാണ് ജിമ്മി കടനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി എത്തുന്നത്. സരസമായ അധ്യാപന ശൈലിയിലൂടെ വിദ്യാർത്ഥികളെ കയ്യിലെടുത്തിരുന്ന അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം കുടുംബത്തിനൊപ്പം കുട്ടികൾക്കും തീരാവേദനയായി. വ്യാഴാഴ്ച രാവിലെ
വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റാണ് ജിമ്മി ജോസ് മരിച്ചത്. രാവിലെ 9 മണിയോടെയാണ് ഭൗതിക ശരീരം സ്കൂളിലെത്തിച്ചത്. കയ്യിൽ ഒരു പിടി പുഷ്പങ്ങളുമായി അരികിലെത്തിയ കുട്ടികൾ പ്രിയ അധ്യാപകന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൻ, കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി, മെമ്പർ ഉഷ രാജു, ബിജു പുന്നന്താനം, ജോസുകുട്ടി പൂവേലി, സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ അരഞ്ഞാണി തുടങ്ങിയവരും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. സംസ്കാരം ഉച്ചകഴിഞ്ഞ് മാനത്തൂർ സെന്റ് മേരീസ് പള്ളിയിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സൈക്കിളിൽ രാജ്യം ചുറ്റുകയാണ് 2 യുവാക്കൾ. നിർധനരായ 5 കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകുന്നതിനുള്ള പണം സ്വരൂപിക്കുകയാണ് റിനീഷും ലിജിനും. വയനാട് സ്വദേശികളായ റിനീഷും ലിജിനും സൈക്കിളിൽ ഭാരതം ചുറ്റുന്നത് വെറുതെയല്ല. ഇവർക്കൊരു ലക്ഷ്യമുണ്ട്. ഭാരത പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും 5 നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകണം. യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്നവരിൽ നിന്നും കുറഞ്ഞത് 1 രൂപയെങ്കിലും ശേഖരിക്കുക. ഇതിന് 1 വർഷമെങ്കിലും വേണ്ടിവരുമെന്ന് ഇവർ പറയുന്നു. ഇതിന്റെ ആദ്യപടിയായി സ്ഥലം ഇവർ കണ്ടെത്തി കഴിഞ്ഞു. നമ്മുടെ യാത്രയിൽ ചെറിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നമ്മുടെ പ്രയത്നം കൊണ്ട് 5 കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ ടീഷർട്ടിലും വണ്ടിയിലൊക്കെ ഉള്ള ഒരു പരസ്യം എന്ന് പറഞ്ഞാൽ 1 രൂപ എന്നുള്ളതാണ്. കുറഞ്ഞത് 1 രൂപയെങ്കിലും കളക്ട് ചെയ്തിട്ട് നമ്മുടെ യാത്ര കഴിയുമ്പോഴത്തേനും ഞങ്ങളിപ്പോൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങി 10 ജില്ല എത്തിയപ്പോഴത്തേനും ചെറിയൊരു സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു 5 വീടുള്ള തറേൻ്റെ പണി നടന്നുകൊണ്ടിരിക്കാം. അപ്പം നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ യാത്ര കഴിയുമ്പോഴത്തേനും 5 വീട് മനോഹരമാക്കി തീർത്തതിന് ശേഷം നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ അഡ്രസ്സുകൾ ഇപ്പോൾ ഒരുപാട് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള പുറത്തു പോയിട്ട് അധ്വാനിക്കാൻ പറ്റാത്ത സ്ഥലവും വീടും ഇല്ലാത്ത ഒരു 5 കുടുംബങ്ങളെ നമ്മൾ വയനാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ആക്കും. സ്ഥലവും വീടും തുടർന്ന് ജീവിക്കാനുള്ള ചെറിയൊരു സംരംഭം കൂടി നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവർ യാത്ര ചെയ്യുന്ന സൈക്കിളിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. തുടക്കത്തിൽ 2 സൈക്കിളുകളിലായി തുടങ്ങിയ യാത്ര ഇന്ന് കാരവൻ സൈക്കിളിലായി. ഇന്ന് ഇവരുടെ ഊണും ഉറക്കവും എല്ലാം ഈ സൈക്കിളിൽ തന്നെ. ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഇതിൽ സൗകര്യമുണ്ട്. വലിയ കയറ്റം വന്നാൽ മോട്ടോർ പ്രവർത്തിപ്പിച്ചാവും യാത്ര. കൂടാതെ സോളാർ സംവിധാനവും ഉണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ച ശേഷമാകും ഇവർ തമിഴ്നാട്ടിലേക്ക് കടക്കുക. ഏതായാലും ലക്ഷ്യം സാധിച്ചതിന് ശേഷം മാത്രമേ വയനാട്ടിലേക്ക് മടക്കമുള്ളൂ എന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: തപാൽ വകുപ്പ് കോട്ടയം ഡിവിഷന്റെ കീഴിൽ ഇൻഷുറൻസ് ഏജന്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും നിയമിക്കുന്നു. 18 വയസ്സ് കഴിഞ്ഞ SSLC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വിരമിച്ച ഉദ്യോഗസ്ഥർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും മുൻഗണന. താൽപ്പര്യമുള്ളവർ 19 മുമ്പ് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9946 0943333. ചിറക്കടവ് SRVNSS VHSSൽ VHS വിഭാഗത്തിൽ കൊമേഴ്സ് നോൺ വൊക്കേഷണൽ അധ്യാപക തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. MCOM, B.Ed, സെറ്റ് എന്നിവയാണ് യോഗ്യത. അഭിമുഖം 19 രാവിലെ 11 നടത്തും. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡിന്റെയും പുന്നാമ്പറമ്പിൽ ഐ ക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനയും തിമിര നിർണയ ക്യാമ്പും നടത്തും. ഈ മാസം 18-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ പേട്ട ധനലക്ഷ്മി ഹയർ പർച്ചേസിംഗ് മങ്കശ്ശേരി ബിൽഡിംഗിൽ വെച്ചാണ് ക്യാമ്പ് നടത്തുന്നത്. വിവരങ്ങൾക്ക് ഫോൺ 7561887603. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുവൈറ്റ് തീപിടുത്തം. പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം തിങ്കളാഴ്ച. ആദരാഞ്ജലി അർപ്പിച്ച് നാട്. തിരുനക്കര ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറി തുടങ്ങി. സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് 9 മാസങ്ങൾക്ക് ശേഷം. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണം. ഇടവേളകളിൽ വളർത്തുപക്ഷികളിൽ രോഗം പിടിപെടുന്നത് കണ്ടെത്തുക ലക്ഷ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.